ഇവിടെ ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോ ഒരു നരിത്തല വാദം എന്നാണ് രോഗത്തിൻ്റെ പേര്. ഇത് നരിത്തല രോഗം എന്ന് പറയുമ്പോൾ രണ്ട് കാലിൻ്റെയും മുട്ട് ചില ആളുകൾക്ക് അകത്തോട്ടണയും, രണ്ട് മുട്ടും തങ്ങളിൽ ഇടിച്ച് നിൽക്കും. ചില ആളുകൾക്ക് ഈ നരിത്തലം വാദം വന്ന മുട്ടിൽ നീരും കെട്ടിയിട്ട് കാല് പുറത്തോട്ട് വളയും, വള്ളക്കാല് പോലെ അങ്ങനെ വളഞ്ഞു നിൽക്കും. ഇതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണ് പുരുവത്തിലൊരു ചെറിയ തലവേദന കുത്തുപോലെ ഉണ്ടാവും, പിന്നെ മലബന്ധം ഉണ്ടാവും, പിന്നെ ഉണ്ടാവുന്നത് വേദന, മുട്ടിനകത്തുള്ള വേദന അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. പിന്നെ ബലക്ഷയം, കാല് രണ്ടും ബലക്ഷയം കൊണ്ട് വളഞ്ഞു പോവും. നടക്കുമ്പോഴെല്ലാം കാല് ചരിഞ്ഞു പോവും, ചില ആളുകൾക്ക് ചരിഞ്ഞു പോവും. ഈ വള്ളക്കാല് പോലെ വരുന്നവർക്ക് കാല് അകത്തോട്ട്, പിന്നെ ഈ മുട്ട് രണ്ട് അകന്നു നിന്നാൽ അകത്തോട്ട് കയറും. മുളംകാലിൻ്റെ അവിടെ വള്ളക്കാല് പോലെ വളഞ്ഞു നിൽക്കും. മറ്റേവർക്ക് പുറത്തോട്ട് വളയും, നടക്കുമ്പോൾ പുറത്തോട്ട് ബലമില്ലാതെ മുട്ട് ഇളകിപ്പോകും പോലെ തോന്നും. ഇതാതിന് അങ്ങാടി മരുന്നാണ്. ഇപ്പോൾ അവർക്കുണ്ടാക്കുന്ന നെയ്യാണ്, നെയ്യ് ചേരുന്ന അങ്ങാടി മരുന്നാണ് തട്ടുന്നത്. നേരത്തെ കഷായം ഇട്ട് വാർപ്പിലിട്ടിരിക്കുകയാണ്. ഇനി അതിൽ ബാക്കിയുള്ള കഷായവും കൂടി ഒഴിക്കുകയാണ്. ഇതാ കഷായം തെളിച്ചൊഴിക്കുകയാണ്, പൊടിയൊന്നുമില്ലാതെ. അടുത്തും തെളിയാൻ വെക്കുകയാണ് പൊടിയില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് ഇതിൽ ചേരുന്നത് പച്ചലച്ചാറാണ്. പച്ചലച്ചാറ് നേരത്തെ ഇടിച്ച് വച്ചിരുന്നത് കൊണ്ടാണ് കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുന്നത്. ഇത് തൈവാള ചാറെന്ന് പറയും. തൈവാളെ പുഴുതും കൊണ്ടുവന്ന് ഇടിച്ച് പിഴിഞ്ഞ് ചാറാക്കി എടുക്കുകയാണ്. ഇത് അളവിന് വേണ്ടിയാണ് എടുത്ത് വെച്ചിരുന്നത്. പിന്നെ ഈ പച്ചല കിട്ടാനും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ എടുത്ത് തയ്യാറാക്കി വെച്ചിരുന്നതാണ് തൈവാളച്ചാറ്. അളവിനാണ് ഈ ചാറ് ചേർത്തിരിക്കുന്നത്. ഇനി അടുത്ത് ചേർക്കുന്ന ശരീരത്തിലെ ബലക്ഷയങ്ങൾ മാറാൻ വേണ്ടി. അത് ഇത് നാട്ടുവൈദ്യന്മാരെ മരുന്നിൽ മാത്രമേ ഇങ്ങനെയുള്ള പദ്ധതികൾ കാണുകയുള്ളൂ. പിന്നെ ചില ആയുർവേദക്കാരും ചെയ്യണത് കാണാം. ഇത് നെയ്യാണ്. ശരീരത്തിൽ ബലക്ഷയം, അതായത് നാടികൾക്കെല്ലാം ബലക്ഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നെയ്യും തേനും വേറെയുള്ള ഇതുപോലെ ഔഷധങ്ങളും ചേർത്താണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ബലമുണ്ടായിട്ട് ഈ രോഗങ്ങൾ മാറിപ്പോകുന്നത്. ഈ നെയ്യ് ചേർന്ന മരുന്നുകൾ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഓട്ടോമാറ്റിക്കലായി ഈ മരുന്നുള്ളിൽ പോകുമ്പോൾ ശരീരത്തിന് ബലം കിട്ടും, ബലക്ഷയങ്ങൾ മാറിക്കൊണ്ട് ബലം കിട്ടും. വാദത്തിൻ്റെ നെയ്യ് ഇതാ ഇന്ന് റെഡിയാവുകയാണ്. ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ വൈദ്യന്മാരുടെ പരുവത്തിൽ ഇത് വണ്ടൽ എന്ന് പറയും. വണ്ടൽ പരുവായി. ഇത് മെഴുകാവുമ്പോഴാണ് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നത്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറാകുമ്പോൾ ഇത് ഉള്ളിൽ കഴിക്കേണ്ട പരുവത്തിലേക്ക് വരും. ഇത് ഇനി അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ രോഗിക്ക് ഉള്ളിൽ കഴിക്കാം. എന്നാൽ ചില ആളുകൾ പറയണത് നെയ്യൊന്നും കഴിച്ചുകൂടെന്നാണ്. നമ്മളെ പഠിത്തത്തിൽ നാടിഞരമ്പുകൾ ബലക്ഷയം ബാധിച്ച് ശോഷിച്ചു പോയാൽ പിന്നെ ഓരോ രോഗങ്ങളായി പുറത്ത് കാണിക്കാൻ തുടങ്ങും. ആ രോഗ ബേസിക്ക് പഠിച്ച് കണ്ടും കൊണ്ടാണ് ഈ ഇന്ന രോഗത്തിന് ഇന്ന മരുന്നെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. നെയ്യ് കൊണ്ട് മാത്രമേ ശരീരം ശോഷിച്ചു പോയാൽ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. നെയ്യ്, തേന്, പിന്നെ അങ്ങാടി മരുന്നുകൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് വീണ്ടും പഴയതുപോലെ ശരീരത്തിനെ കൊണ്ടുവരുന്നത്, ശരീരത്തെ നാടിഞരമ്പുകളെയൊക്കെ.
ഇതൊരു കുറേ കൂടി കഴിയുമ്പോഴത്തേക്ക് ഇറക്കും. ഇത് ഇന്ന് നെയ്യ് ഇറക്കി കഴിഞ്ഞാൽ നല്ലൊരു ദിവസം നോക്കി രോഗിക്ക് ഉള്ളിൽ കഴിക്കാൻ കൊടുക്കുന്നതാണ്. ഇതിന് മുമ്പേ ഉള്ള മരുന്നുകൾ കൊടുത്ത് രോഗി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ മരുന്ന് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഉടൻ കൊടുക്കാൻ വേണ്ടി ഈ നെയ്യ് സേവിക്കുന്നതോടുകൂടി കാല് അകത്തോട്ട് അണഞ്ഞ് ചേർന്നിരിക്കുന്നത് മാറിക്കൊടുക്കും. പിന്നെ നടക്കുമ്പോൾ കാലിന് ബലക്ഷയം വന്ന് ബലമില്ലാതെ കാല് മറിഞ്ഞു പോകും പുറത്തോട്ട്. ആ രോഗം അതും മാറിക്കൊടുക്കും. പിന്നെ ശരീരത്തിനകത്തുള്ള വേദന, കാലുമുട്ടിനും ശരീരത്തിനും ഇടുപ്പിനുമുള്ള വേദനകൾ അതും ഉടൻ തന്നെ ശമിക്കും. ഈ രോഗം ഉള്ളവർ വളരെ സൂക്ഷിച്ചാണ് എന്ത് രോഗമെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ചികിത്സിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ മരുന്ന് ഏതെങ്കിലും ആവും, രോഗവും ഏതെങ്കിലും ആവും. രോഗനിദാനങ്ങളും രോഗബേസിക്കുകളും ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് ചെയ്യണവർ ആര് ചെയ്താലും അത് ഫലിക്കും. ഞാൻ മാത്രമല്ല, ആര് ചെയ്താലും രോഗത്തെ അറിഞ്ഞുകൊണ്ട് മരുന്ന് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ഫലിച്ചിരിക്കും, രോഗവും മാറിപ്പോകും. സഹൃദയരെ, ഇതാ നെയ്യ്, ഉള്ളിൽ കഴിക്കാനുള്ള നെയ്യ് റെഡിയായിരിക്കുകയാണ്. ഇതാ കൽക്കം മെഴുകായി 1.5 കിലോ നെയ്യ് ഒഴിച്ചതാണ്. പക്ഷെ 1 കിലോ കിട്ടുള്ളൂ. 1/2 കിലോ കൽക്കം കൊണ്ടുപോകും. പിന്നെ അടുപ്പിൻ്റെ ചൂടിലൊക്കെ കൂടി പോകും. നെയ്യ് നല്ല പരുവത്തിന് ഒത്ത് വന്നിട്ടുണ്ട്. രോഗി കഴിക്കുന്നതും തന്നെ രോഗിക്കൂടം തന്നെ സുഖം കിട്ടുന്നതാണ്. നെയ്യ് പരുവായപ്പോഴത്തേക്ക് പച്ച കളറ് വന്നു. എല്ലാ ജലാംശങ്ങളും, പച്ചില ചാറുകളുടെ ജലാംശങ്ങളെല്ലാം വറ്റി മെഴുക് പരുവായി. മെഴുകെന്ന് പറഞ്ഞ ഇതാണ് ഉള്ളിൽ കഴിക്കേണ്ട പരുവം. നെയ്യിൽ ഒരുപാട് പരുവങ്ങളുണ്ട്. കരൾ പരുവമുണ്ട്, മെഴുക് പരുവമുണ്ട്, മെഴുക് മിറ്റും പരുവമുണ്ട്. ഇത് ഓരോ രോഗത്തിനും ഓരോ തരത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് ദൈവതുല്യം പാസ്സാവുകയും ചെയ്യും. ഇതാ എടുത്ത് ഇന്നലെ അരിച്ചെടുക്കുകയായിരുന്നു. ഇന്നിതാ കുപ്പിയിൽ ഒഴിക്കുകയാണ്. ഇനി രോഗി കുടിച്ചാൽ മതി. ഇന്നലെ അരിച്ച നെയ്യാണ്. ഇതാ കുപ്പിയിൽ ഒഴിക്കുകയാണ്. നെയ്യ് വെറും പച്ച കളറായിട്ടാണ് കാണുന്നത്. ഇത് ഉറഞ്ഞില്ല. ഇനി കുറേ കഴിയുമ്പോൾ ഉറയും.